ഫസ്റ്റ് മാമനും മരുമോനും കൂടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അഴിമതികളും മറ്റും നടത്തിയതാ ഇപ്പോൾ എത്രയും പെട്ടെന്ന് കസേരന്ന് താഴോട്ട് ഇറങ്ങേണ്ട ഗതികേടിലെത്തി. തിരുവനന്തപുരത്ത് നടക്കണ CPIയുടെ ജില്ലാ കൗൺസിൽ ഭയങ്കര വഴക്ക് പോരുകളാണെന്നാണ് കേട്ടത്. എന്തരാണ് കാര്യം? ഇയാൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ താഴെ ഇറങ്ങിയാലേ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുകയുള്ളൂ. അല്ലെങ്കിൽ ഇയാളുടെ ധാർഷ്ട്യവും കമ്മ്യൂണിസത്തിൻ്റെ അവസാനവും കേരളത്തിൽ ഒന്നിച്ചായിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഒരു പാർട്ടിയിൽ ഉൾപ്പെടാത്ത സാധാരണക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പം യവന്മാരുടെയൊക്കെ കാലും നക്കി കാല് കഴുകി വെള്ളവും കുടിച്ചുകൊണ്ട് നടന്നിരുന്നവന്മാർ പറയണത്. അപ്പോൾ അത്രേ അവർ വാ തുറന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ഗതി കെട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മതി. CPIയുടെ ജില്ലാ കൗൺസിൽ യോഗങ്ങളിലൊക്കെ വലിയ വിമർശനം ഉണ്ടാകുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ മുഖ്യമന്ത്രിയെ പേരെടുത്തു പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഇതിപ്പോ ഇന്നത്തെ കാര്യം മാത്രമല്ല, അവിടെ ആയിട്ട് യവന്മാരുടെ പിന്നാലെ മണത്ത് നടന്നവന്മാരൊക്കെ തന്നെ ഇപ്പൊ നേരെ തിരിയണത്. കഴിഞ്ഞ ദിവസം കണ്ടല്ല പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ട് യാവനാണെന്നൊന്നും അറിഞ്ഞുവിടാ. എവർക്ക് വേണ്ടി നാട്ടുകാരെ തെറി പറയാനും മറ്റുള്ള പാർട്ടിക്കാരെ ആക്ഷേപിക്കാനും അയ്യോ പാണം പാടി വാഴ്ത്തി നടക്കണ പോലെ യവന്മാരെ തലയിലേറ്റ് സൂര്യനാണ് കോമരാണെന്നെല്ലാം പറഞ്ഞ് ചുമന്നുകൊണ്ട് നടന്നവന്മാർ തന്നെ ഇപ്പൊ പണി കൊടുത്തല്ല, പണിയെടുത്ത് തിന്നടാന്ന് മുഖത്ത് നോക്കി പറയുകയും ചെയ്ത്. അപ്പോൾ യവന്മാരെ ഇവരുടെ പാർട്ടിയല്ല എന്ന് വരെ പറഞ്ഞ്. പിന്നെ കൂടെ ഈ നിമിഷം വരെ നിൽക്കുന്നവനെ അടുത്ത നിമിഷം ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു ദാക്ഷണ്യവും ഇല്ലാതെ തള്ളിപ്പറയാനുള്ള കഴിവുള്ളതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ഇവരുടെ കൂടെ നിൽക്കുന്നവർക്ക് അത് അറിയുകയും ചെയ്യാം. കയ്യിലിരിപ്പ് കൊണ്ടാണ് തോറ്റ് പോയതെന്ന് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. താത്വിക ആചാര്യൻ ഇപ്പോഴും ഒരു മൂലയ്ക്കിരുന്ന് മൂത്രമോ അമൂത്രമോ ഒക്കെ പറഞ്ഞ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുത്തേണ്ട മുഴുവൻ കാര്യങ്ങളും ഫലപ്രദമായിട്ട് തിരുത്തും. ആലത്തൂരിൽ എങ്ങനെ ജയിച്ചെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ബാക്കി 18 അല്ല 19 എങ്ങനെ തോറ്റെന്നുള്ളതിന് എന്തെങ്കിലും പഠിക്കേണ്ട കാര്യമുണ്ട്. എൻ്റെ അപ്പികളെ പകല് പോലെ വ്യക്തമാണ്. ഈ നാട്ടിലെ കൊച്ചു പിള്ളേർക്ക് വരെ അതറിയുകയും ചെയ്യാം. ഇവരിനി തിരുത്താൻ പഠിക്കുകയൊന്നും വേണ്ട, എന്ന് താഴോട്ട് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഇവരുടെ കൂടെ പൊടിയും പിടിച്ച് നടന്ന ആളുകൾ തന്നെ ഇവരെ ചവിട്ടി ഇറക്കണ കാഴ്ചയും കൂടെ കേരളത്തിലുള്ളവർ കാണേണ്ടി വരും. ഏതായാലും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തീരുമാനത്തിലോട്ടാണ് വരണത്. അതിൻ്റെ അവസാനത്തെ ആളിക്കത്തലായിരുന്നു ഇവൻ്റെ ധാർഷ്ട്യം മുഴുവൻ. മാമനും മരുമോനും കൂടെ കേരളത്തെ അങ്ങ് തീരെഴുതി വാങ്ങിച്ച് ഭരിച്ച് കരിച്ച് കളയാമെന്നങ്ങ് വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. ആരോഗ്യമന്ത്രി എന്നും പറഞ്ഞില്ല അവർ കഴിഞ്ഞ ദിവസം കുവൈറ്റിലോട്ട് കെട്ടി ഒരുങ്ങി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവരവിടെ ചെന്നിട്ട് എന്തൊരു കാര്യം പറ്റിക്കാൻ? ഭർത്താവ് ഇവിടെ കാണിച്ച കന്നം തിരുവിപ്പെട്ട് ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കാതെ എങ്ങനെങ്കിലും ഇതിൽ നിന്ന് ഊരി കുവൈറ്റിലോട്ട് രക്ഷപ്പെടാമെന്ന് പറഞ്ഞാണ് ഇവർ നോക്കിയത്. പക്ഷേ കേന്ദ്രം മണിച്ചിത്ര താഴിട്ട് പൂട്ടിക്കളഞ്ഞു. അതുപോലെ തന്നെ അയ്യോ മരുമോനങ്ങ് പൊതുമരാമത്ത് കൊടുത്തു കഴിഞ്ഞപ്പം കേരളത്തിൽ മൊത്തം അങ്ങ് പരവതാനി വിരിച്ചു കളയുമെന്നൊക്കെയായിരുന്നു തള്ളി മറിച്ചത്. പിള്ളേരുടെ സ്കൂൾ തുറക്കണതിന് മുമ്പ് മാർച്ച് 31 തിരുവനന്തപുരത്തെ റോഡുകൾ കിടക്കണ കിടപ്പ് കണ്ടെങ്കിൽ RCC വരുന്ന രോഗികളെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരുന്ന ആളുകൾ, എന്തുമാത്രം ആളുകൾ ഒരാവശ്യത്തിനായിട്ട് ദിവസവും വന്ന് പോകണ സ്ഥലമാണ് തിരുവനന്തപുരം സിറ്റി. ആ മൂക്കിന് താഴെ യവന്മാരുടെയൊക്കെ മൂക്കിന് താഴെ ഇങ്ങനെ റോഡ് കിടന്നിട്ട് എന്തെങ്കിലും ചെയ്താൽ മേറെന്ന് പറയണ ആളെ നാട്ടുകാരെ അണ്ണാക്കി അമിട്ട് പൊട്ടിച്ച് മൂലയ്ക്ക് ഇരുത്തിയാൽ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. നാക്കി ഇറങ്ങി പോയാന്നും ഇനി അറിഞ്ഞൂടാ. പക്ഷെ അത് 20 മുമ്പ് തന്നെ അതിൽ 27 റോഡുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാനാണ്. യവന്മാർ പാവയെ പോലെ ഒരാൾ വേണമല്ല മേറെ മൂവാന്ത കാണിക്കാൻ വേണ്ടി. അതിനവിടെ ഒരു മൂലയ്ക്ക് പിടിച്ച് നിർത്തിയിട്ട് യവന്മാർ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൈക്കിൽ കൂടെ പറയുന്നുണ്ട് അടുത്ത മാസം ചെയ്തു തരാം, ഇനി ഫെബ്രുവരിയിൽ 27 റോഡ് ഒന്നിച്ച് തുറന്ന് കളയെന്നൊക്കെയാണ് പറയണത്. ഒരു നാണക്കേട് ഉളുപ്പെന്ന് പറയണതിൽ ഒരു വായി പല വർത്താനം പല സമയത്ത് നിന്ന് പറയാൻ. നാട്ടുകാർ എന്തൊക്കെയാണ് പറയുന്നത്? ഈ ആരെങ്കിലും ഒരാൾ വലിയ മൂപ്പത്തികളൊക്കെ അവിടെ പ്രായമുള്ള മൂപ്പത്തികളും കൊച്ചു പിള്ളേരും ഒക്കെ ഇഷ്ടം പോലെ നടക്കണ വഴിയാണ്. ആരുടെയെങ്കിലും ഒരാളുടെ ജീവൻ പോകാതെ ഇതിന് എന്നാൽ പോലും അവർ പൂർത്തിയാക്കുമെന്ന് തോന്നണില്ല. ജീവൻ പോയാലും അവിടെ ചെന്ന് അനുശോചനം അർപ്പിച്ച് റീത്തും വെച്ച് പോരാല്ലാതെ ഒരു കഴിവും കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരു സർക്കാർ. കാഫിറിൻ്റെ പോസ്റ്റ് ഇപ്പം തിരിച്ചടിച്ച് എവിടൊക്കെ എന്തൊക്കെ തോന്നിയാസം കന്നം തിരിവും പോക്കൃത്തരം കാണിക്കാവോ അതെല്ലാം കാണിച്ചു വെച്ച് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇനി എതിർ പാർട്ടിക്കാർക്ക് ഇവർക്ക് എതിരായിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. അവർക്ക് ചുമ്മാ കൈയും കെട്ടി നിന്നാൽ മതിയായിരുന്നു. കാരണം
അത്ര കന്നം തിരിവുകൾ ഇവർ തന്നെ കാണിച്ചു വെച്ച്. കാഫറിൻ്റെ പോസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ചോറ് കഴിക്കുന്ന മലയാളികൾക്ക് എല്ലാം അറിയാമായിരുന്നു. അത്ര തരം താഴ്ന്ന നാറിയ ഇടപാട് കാണിക്കണമെങ്കിൽ അതാരേ ചെയ്യുള്ളെന്ന്. അതിപ്പോൾ നേരെ തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ഇവർക്ക് എന്ത് മുഖം വെച്ചുകൊണ്ട് പുറത്തിറങ്ങണം എന്നാണ്. ഏതായാലും എല്ലാവൻ്റെയും കൊമ്പ് കുറേ ഒടിഞ്ഞിട്ടുണ്ട്. കാരണം പുറത്തുള്ള ശത്രുക്കളെല്ലാം പറയണത്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് എതിർപ്പുള്ള ആളുകളാണ് പറയുന്നതെന്നും പറഞ്ഞൊഴിയാനും പറ്റൂലല്ല. CPI-ക്കാർ തന്നെ ദിവാകരനൊക്കെ കണക്കിന് ദിവസേന കൊടുക്കണുണ്ട്. അവരൊന്നും പറയണത് തെറ്റല്ല, അവരൊക്കെ വാ തുറക്കാനും കാര്യങ്ങൾ മനസ്സിലാകാനും താമസിച്ച് പോയെന്നാണ് പറയാനുള്ളത്. അതുപോലെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അവർ പറയണുണ്ട്. ഇയാളുടെ വിചാരം ഇയാൾക്കെതിരെ ആരും സംസാരിക്കൂല, ഇയാൾ പറയണതും കേട്ട് ഓച്ചാനിച്ച് എല്ലാ കാലവും ആളുകളൊക്കെ കാലിൻ്റെ കീഴെ കിടന്നോളും എന്നൊരു ധാരണ ഇയാൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരാളി ഷാജി എന്നൊക്കെ പറയണത് എന്തരൊക്കെയായിരുന്നപ്പോൾ നാട്ടുകാരെ ആക്ഷേപിക്കാനും അവർക്ക് എതിരെ തെറി പറയാനും അവരുടെ കുടുംബക്കാരെ പോലും വെറുതെ വിടുക, എന്തെങ്കിലും ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് സംസാരിക്കുന്നവരുടെ എന്തൊക്കെ തരത്തിൽ സൈബറായിട്ട് ആക്രമിക്കാവോ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. ഇപ്പം വീട്ടിൽ പോയിരുന്ന് തിന്നടാ, പണിയെടുത്ത് തിന്നടാ എന്ന് വരെ ജയരാജനോട് പറയേണ്ട അവസ്ഥ വന്നല്ല. ഇതെല്ലാം വരും. എല്ലാ തിരിച്ചടികളും ഇപ്പം നാട്ടുകാർ സാധാരണക്കാരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പൊക്കിയെടുത്ത് തലയിൽ വെച്ചവനൊക്കെ തന്നെ തൂക്കിയെടുത്ത് നിലത്തടിക്കണ കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. സംഗതി എല്ലാം അവസാന റൗണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു ലോക കേരള സഭയാണ് ഇരിക്കണത്. ലോക കേരള സഭ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി. അതിൽ എന്തരാണ് നടക്കുന്നത്, എന്തരാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ കഴിഞ്ഞ മേഖലാ സമ്മേളനത്തിൻ്റെ കാര്യമാണ് ഓർക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇരുമ്പ് കസേരയിലൊരു മൂലക്കിരുന്ന് ഇരിപ്പ്. ഒരു ലോകത്തൊരു മുഖ്യമന്ത്രിക്ക് ഇതുവരെ കിട്ടാത്ത ഒരു നാണം കെട്ട സ്വീകരണം. എത്ര കിട്ടിയാലും പിന്നെ പഠിക്കൂല. പിന്നെയും മണത്ത് എവിടുന്ന് പിടുങ്ങാൻ പറ്റുമോ അവിടെ വീണ്ടും വലിഞ്ഞു കയറി ചെന്നോളും. ഇനി അടുത്ത മേഖലാ സമ്മേളനം ന്യൂസിലാൻഡിലെ ഏതോ അവിടേക്കാണെന്ന് പറയണം. ഇങ്ങനെ കോട്ട് വിട്ട് ഒരു ഷൂ വലിച്ചു കയറ്റിക്കൊണ്ട് നടക്കണം മുഖ്യമന്ത്രി എന്നൊരു പടം. എന്നിട്ട് നാട്ടുകാർക്ക് തരുന്ന ദ്രോഹങ്ങൾ അത് തന്നെ മിച്ചം. മരുമോ എടുത്ത് മറിച്ചിരുന്ന് തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖച്ഛായ അങ്ങ് വടിച്ച് ദൂരെ കളയുമെന്ന്. സ്മാർട്ട് സിറ്റി റോഡ്, സ്മാർട്ട് സിറ്റി പഴയ ആവേശമൊന്നും ഇപ്പം ഇല്ല കേട്ടോ. ആദ്യം എടുത്തു പിടിച്ചൊരു ആരംഭശൂരത്വം ഉണ്ടായിരുന്നു. യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പണി നടക്കുന്നത്. യുദ്ധകാല അടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാലേ മാമനും മരുമോനും നടത്തിയ കൊള്ളയുടെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ. അവരുടെ ഇച്ഛാശക്തി ഡയലോഗിനൊന്നും ഒരു കുറവില്ല കേട്ടോ. എവിടുന്നൊക്കെ ഇത് പഠിച്ചുകൊണ്ട് ഇറങ്ങി വരണം? ആരെക്കൊണ്ട് എഴുതി വായിക്കണതാണോ എന്താ? നാക്കിട്ടടിക്ക് മാത്രം വായ്ത്താളത്തിൻ്റെ ഒരു കുറവില്ല. പക്ഷെ എല്ലാത്തിൻ്റെയും 10 മടങ്ങി തുടങ്ങിയിരിക്കണം. ആദ്യം കണ്ട ആവേശമൊന്നും ഇപ്പം ഇല്ലല്ല. സംസാരത്തിൻ്റെ രീതിയും എല്ലാം മാറി. നാട്ടുകാർ ഉച്ചം തലയിട്ട് ചവിട്ടി കൊടുത്തെന്ന് മനസ്സിലായി. എല്ലാവരും തലയെന്താത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ന്യായീകരണമായിട്ട് ബാലൻ ഉൾപ്പെടെ ഒരു ബാച്ചിങ് വരേണ്ടതാണ്. ഒരെണ്ണത്തിൻ്റെ അനക്കമില്ല. ആകപ്പാടെ ഗോവിന്ദ മാത്രം എന്തെങ്കിലും തുറന്ന് സംസാരിക്കണം. പിന്നെ മരുമോനും യവന്മാർക്ക് 2 പേർക്കും മിണ്ടായിരിക്കാൻ പറ്റൂലല്ല. മുഖ്യൻ്റെ അണ്ണാക്കി വിരലിട്ട് കുത്തിയാലും പിന്നെ ഒരു വകയും കിട്ടൂല, ഒന്നും മിണ്ടൂല. ഇനി രാജിവെച്ച് ഇറങ്ങുമ്പോൾ തന്നെ ആ മോന്തയൊന്ന് നേരെ ചൊവ്വ കാണാൻ പറ്റും. ഏതായാലും കാഫറുണ്ടാക്കിയവനാരായാലും ഈ സ്മാർട്ട് റോഡെല്ലാം പണിത് തിരുവനന്തപുരത്തിനെ ഓവർ സ്മാർട്ടാക്കിയത് ആരാണെങ്കിലും ഈ CPM-ന് ഇത്രയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഒരിടത്ത് ഒതുക്കിയത് ആരാണെങ്കിലും ഇതെല്ലാം നല്ല ശുഭലക്ഷണമാണെന്ന് തന്നെയാണ് പറയാനുള്ളൂ. 2 കൊല്ലം കൂടെ എൻ്റെ പൊന്ന് നാട്ടുകാരെ, ഇങ്ങനെ പോയ 2 കൊല്ലം കൂടെ നമുക്കിത് സഹിക്കേണ്ടി വരില്ല. എല്ലാവരും ആഞ്ഞു പിടിച്ച് അവരവർക്ക് ഇഷ്ടമുള്ള ദൈവത്തിനോട് കൈയെടുത്ത് പ്രാർത്ഥിച്ചോളി. ഇങ്ങനെ പോയാൽ എത്രയും പെട്ടെന്ന് ഈ ദുരിതത്തിൽ നിന്ന് നമുക്ക് ഒഴിവാകാം. നമ്മളാരും മനസ്സറിയാതെ തന്നെ യവന്മാരെ തലയിലെടുത്ത് ചുമന്നവരെല്ലാം തന്നെ വാരി താഴെ ഇട്ടോളും. അതിനുള്ള കാത്തിരിപ്പുകളാണ് ഇനി വരുന്ന ദിവസം. അതിനുള്ള അടി ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. Interesting kind of talk. ഇതിന്റെ രസം എന്ന് പറഞ്ഞാൽ this is more like a Trivandrum kind of accent, and of course this woman must be a comedian, and the way she puts it, the words, when I hear the words I remember these words because we lived when we went to boarding, met with all the children, and we lived in that environment.
The people in Trivandrum will very well understand these words. You know, the accent. It's kind of interesting. And above all, the point is the topic itself. Wonderful. I never heard this for a while. And not in this style.